ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും ആയൊരു പൊട്ടിയപ്പം തയ്യാറാക്കാം. ഞാൻ ഈ തയ്യാറാക്കുന്ന പൊട്ടിയപ്പം എൻ്റേതായ രീതിയിലാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. എരിവിലാണ് ഉണ്ടാക്കുന്നത്. 1 സ്പൂൺ നല്ല ജീരകപ്പൊടി, 250 ഗ്രാം മൈദയിലേക്ക് 1 സ്പൂൺ നല്ല ജീരകപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നെനിക്ക് വയ്യാതിരിക്കുകയാണ്. പനിയേറ്റാൻ വരാൻ പോകുന്നൊന്നും അറിയില്ല, ഒത്തിരി വയ്യ. ഇത് കായപ്പൊടിയാണ് കേട്ടോ. ഇതൊരു 1/4 സ്പൂൺ കായപ്പൊടി ചേർത്താൽ മതി, കൂടിപ്പോവരുതേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല പോലെ നമുക്ക് പൊടി കുഴച്ചെടുക്കാം. എല്ലാം മിക്സാക്കുക. ആദ്യം കൈകൊണ്ട് നല്ലോണം മുളകും കായപ്പൊടിയും ജീരകപ്പൊടിയും എല്ലാം നല്ലോണം മിക്സാക്കി എടുക്കുക. അത് കറുത്ത എള്ളാണ് കേട്ടോ, അതും ചേർക്കുക. അതൊരു ഭംഗിക്ക് ചേർക്കുകയാണ്, അതിൻ്റെ ആവശ്യങ്ങളില്ലെങ്കിലും ഭംഗിക്ക് ചേർക്കുകയാണ്. ഇത് നല്ലോണം നമ്മൾ അടിച്ച് നല്ലൊരു കുപ്പിയിലിട്ട കഴിഞ്ഞാൽ 2 ആഴ്ചയെല്ലാം കേടുകൂടാതെ സൂക്ഷിക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് കിട്ടും, ഒരു കളറിന് വേണ്ടി ചെയ്തതാണേ. ഇനി നമുക്ക് അത് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ കുഴക്കുക. ഒരിത്തിരി മൈദയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ലോണം കുഴച്ചെടുക്കുക. പറഞ്ഞ പോലെ തന്നെ ഉപ്പ് വെള്ളത്തിൽ നല്ലോണം കുഴച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി പരുവാകുന്നത് വരെ കുഴക്കുക, വെള്ളം കൂടാതെ. ഇത് അരിപ്പൊടിയിലാണ് കേട്ടോ നമ്മൾ ഇത് പരത്തിയെടുക്കുന്നത്. എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതുകൊണ്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. നേരിയയിൽ പരത്തുക, വളരെ നേർമയായിട്ട് പരത്തിയിട്ട് അതിങ്ങനെ ഡയമണ്ട് ആകൃതിയിൽ മുറിച്ചെടുക്കുക. വറുത്ത അരിപ്പൊടിയില്ലേ, അതാണത്. അതിങ്ങനെ ഇതാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. വെളുത്തുള്ളിയും കറിവേപ്പിലയും ചതച്ചിട്ട് അത് നമ്മൾ ഓയിലിലേക്ക് ഇടുക. ഓയിലിൽ തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് പൊട്ടിയപ്പം പൊരിച്ചെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ കെമിക്കലില്ലാതെ കൊടുക്കാമല്ലോ. ഇത് കേടാകൊന്നുമില്ല കേട്ടോ. നല്ലൊരു കുപ്പിയിൽ വെള്ളമൊന്നുമില്ലാതെ നല്ലോണം സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ചയെല്ലാം ഉപയോഗിക്കാം. ഇതൊരു വലിയ കുപ്പിയിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും മൈദ എടുത്തിട്ട് പൊട്ടിയപ്പോൾ റെഡിയായി കേട്ടോ. ഇനി നല്ലൊരു ടേസ്റ്റുമാണ്. വെളുത്തുള്ളീൻ്റെതും കറിവേപ്പില എല്ലാത്തിൻ്റെ ടേസ്റ്റും ഉണ്ടാകുകയും ചെയ്യും. എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് ഞാൻ 2 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. മോക്ക് ഹോസ്റ്റലിലേക്ക് കൊടുത്തേക്കാൻ എടുത്ത് വെച്ചതായിരുന്നു, ഉണ്ടാക്കിയതായിരുന്നു. അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ്. ഒന്ന് നല്ലോണം മുരിയിച്ചെടുക്കുക, നല്ല ക്രിസ്പിയായിട്ട് കിട്ടും. പരത്തുമ്പോൾ ഒന്നും കൂടെ പറയാണ്, അരിപ്പൊടിയിൽ വറുത്ത അരിപ്പൊടി ഇങ്ങനെ തൂക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാ എല്ലാം പൊട്ടിയപ്പം റെഡിയായി കേട്ടോ.